നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു DRPസിനെ കോൺടാക്ട് ചെയ്യാം. ഇല്ലെങ്കിൽ നിങ്ങളുടെ പഞ്ചായത്തിൽ EDs അവർ തുറന്നുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. EDസിനെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം പഞ്ചായത്തിൽ. അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ എക്സ്റ്റൻഷൻ ഓഫീസർ IEO ബ്ലോക്ക് തലത്തിൽ നിങ്ങളുടെ ബ്ലോക്കിലുണ്ട്. IEOനെ ചെന്ന് കാണാം, ഞാൻ ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങുന്നത്. മറ്റൊരു കാര്യം, നമ്മുടെ ക്രെഡിറ്റ് ഫ്ലോ നമുക്ക് എങ്ങനെ കൃത്യമായിട്ട് വരാൻ കഴിയുന്നുണ്ട്, നമുക്ക് സാമ്പത്തികം കൃത്യമായിട്ട് നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റലെല്ലാം നമുക്ക് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടോ എന്നുള്ളതിനെ കുറിച്ചാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ പിന്നെ അതിനനുസരിച്ച് ധാരാളം ഒരു സംരംഭകനാകുമ്പോൾ അതിനകത്ത് കുറേ സൈക്കോളജിക്കൽ ഫാക്ടേഴ്സും കൊണ്ടുണ്ട്. നിങ്ങളുടെ കുടുംബം അതിനെങ്ങനെ, കഴിഞ്ഞ ദിവസം ഞാൻ ഒരു സംരംഭകനെ കാണാൻ വേണ്ടിയിട്ട് പോയി. പുള്ളിയുടെ ഒരു ആഡ് കണ്ടിട്ട് പോയതാണ്. പുള്ളി ഏകദേശം വിദേശത്ത് നിന്ന് നല്ല മാർക്കറ്റിംഗ് ബിരുദത്തോടു കൂടി മാർക്കറ്റിംഗ് എക്സ്പേർട്ടാണ്. അദ്ദേഹം ഇവിടെ വന്നൊരു സംരംഭം തുടങ്ങി. സംരംഭം ആരാണെന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങളത് കണ്ടുപിടിക്കും. അപ്പം അദ്ദേഹം പോയി. പക്ഷെ അദ്ദേഹത്തിന് ഞാൻ യൂണിറ്റ് ഞായറാഴ്ച വൈകുന്നേരമാണ് പോയത്. യൂണിറ്റ് പോയി കണ്ടു. ഒരു 6 മാസമായിട്ട് അടഞ്ഞിടയ്ക്കാണ്. ഏറ്റവും നല്ല പ്രോഡക്റ്റ്. അദ്ദേഹം വേറെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഫ്ലവേഴ്സോ ഒന്നും ചേർത്തിട്ടില്ല. നല്ല ടേസ്റ്റോട് കൂടിയുണ്ട്. പക്ഷെ പുള്ളിക്ക് ഇവർ പറയുന്ന മാർജിൻ, സൂപ്പർ മാർക്കറ്റുകളെല്ലാം 30%, കുന്നിലൊക്കെ 35-40% മാർജിനാണ് കുന്നിൽ മാർക്കറ്റൊക്കെ ചോദിക്കുന്നത്. പോത്തീസൊക്കെ 25-30 വരെ ചോദിക്കുന്നുണ്ട്. കുന്നിലാണ് ഞാൻ അറിഞ്ഞതിൽ ഏറ്റവും കൂടുതൽ. അങ്ങനെ പോകുമ്പോൾ ആ രീതിയിൽ. അപ്പോൾ പുള്ളിക്ക് ആ രീതിയിൽ അത് കൊടുക്കാൻ വേണ്ടി പറ്റുന്നില്ല, മാറ്റാൻ വേണ്ടി പറ്റുന്നില്ല. അപ്പോൾ പുള്ളിക്ക് ധാരാളം ചലഞ്ചസ് ഉണ്ട്. പുള്ളി ഇപ്പം അത് തൽക്കാലത്തേക്ക് ഒരു സ്റ്റോപ്പ് നിർത്തിയിട്ട് വേറെ ബിസിനസ്. പക്ഷെ പുള്ളി പറഞ്ഞ ഒരു വാക്യം, ഒരു കാര്യം എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. അത് പുള്ളി നിറഞ്ഞ കണ്ണുകളോടുകൂടിയാണ് പുള്ളി അത് പറഞ്ഞിരുന്നത്. ഞാൻ ഇതിൻ്റെ അടിസ്ഥാനം ഇട്ടപ്പോൾ മുതൽ അവസാനം വരെ ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ ശ്രമിച്ചു. പക്ഷെ എൻ്റെ ഭാര്യയോ എൻ്റെ അമ്മയോ ആരെങ്കിലും ഒരാൾ എൻ്റെ കൂടെ നിന്നിരുന്നെങ്കിൽ ഞാനിത് മുന്നോട്ട് കൊണ്ടുപോയി. അപ്പം അത് പുള്ളി ഞാൻ അന്ന് ആദ്യമായിട്ട് കാണുന്ന പുള്ളിയെ. പക്ഷേ അത് പുള്ളിയുടെ ഹൃദയത്തിൽ നിന്ന് വന്നതാണ്. അവർ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തിരുന്നെങ്കിൽ ഞാൻ രാത്രി വന്നു നിന്നെങ്കിൽ ഇവിടുത്തെ പ്രൊഡക്ഷൻ നോക്കി കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്തേനെന്ന് പറയുന്നത്. അപ്പോൾ ഒരു സംരംഭകനായിട്ട് പോകാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ, ചെറുപ്പക്കാരായിട്ടുള്ളവർ പോകുമ്പോൾ ഇങ്ങനെയുള്ള നിങ്ങളുടെ കുടുംബത്തിൻ്റെ സപ്പോർട്ട്, സോഷ്യൽ സാമൂഹികപരമായിട്ടുള്ള ധാരാളം വെല്ലുവിളികൾ നിറഞ്ഞായിരിക്കും നമ്മൾ മുന്നോട്ട് പോകുന്നത്. അവിടെയെല്ലാം നമ്മൾ പിടിച്ചു നിൽക്കണമെങ്കിൽ നമ്മൾ വ്യക്തമായിട്ടുള്ള പ്ലാനോടുകൂടി ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് വേണം നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് കഴിയേണ്ടത്. അപ്പോൾ ഇതെല്ലാം വെല്ലുവിളി ഞാൻ നിങ്ങളെ ആരെയും നിരുത്സാഹപ്പെടുത്തുന്നതല്ല. ഇതിൻ്റെ ഒരു യാഥാർത്ഥ്യം, ഫാക്ട്സാണ്. പക്ഷെ ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് നിങ്ങൾക്ക് പോകാൻ കഴിയുമെങ്കിൽ നിങ്ങൾ റിസ്ക് എടുക്കണം. പക്ഷെ കാൽക്കുലേറ്റഡ് റിസ്ക് മാത്രമേ എടുക്കാവൂ എന്നതിനെ കുറിച്ചാണ്. നിങ്ങൾക്ക് കൃത്യമായിട്ട് കാൽക്കുലേഷൻ ഉണ്ടായിരിക്കണം. നിങ്ങളുടെ കുടുംബം, മറ്റു കാര്യങ്ങൾ. നമ്മൾ പലപ്പോഴും യൂട്യൂബിലും ഇതിലുമെല്ലാം നമ്മൾ വിജയികളായ സംരംഭകരെ കുറിച്ച് അവർ ഇടത്തുള്ളൂ, അതിനെ വ്യൂവേഴ്സ് കാണത്തുള്ളൂ, അവർക്ക് മാർക്കിംഗ് കിട്ടത്തുള്ളൂ, യൂട്യൂബ് പൈസയും കൊടുക്കത്തുള്ളൂ. പക്ഷെ പരാജിതരായ, ബുദ്ധിമുട്ടുന്ന ധാരാളം സംരംഭങ്ങളൊക്കെ നമുക്ക് ഇതിനകത്തുണ്ട്. പക്ഷേ ബിയോണ്ട് സ്നാക്സ് നമുക്ക് എക്സാമ്പിളായിട്ട് എടുക്കാൻ പറ്റുന്നതാണ്. ബിയോണ്ട് സ്നാക്സ് ആദ്യമൊക്കെ വളരെയധികം ബുദ്ധിമുട്ടായതാണ്. ഇപ്പോൾ ഇൻ്റർനാഷണലി വന്നു. ഇപ്പോൾ നമ്മുടെ ചെന്നൈയിലൊരു ടീ ബ്രാൻഡ് കിങ് ടീസ്, അതായത് ചായയുടെ ചെയിൻ ഷോപ്പിൽ AVT അവർ അത് കണ്ടിട്ട് 25 കോടി ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. നമ്മളിവിടെ മലബാർ കഫേ ഒക്കെ കാണുന്നത് പോലെ. അപ്പോൾ നിങ്ങൾ പറയുന്ന നിങ്ങൾക്ക് ഒറ്റ പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ ആ പ്രൊഡക്റ്റ് വിറ്റ് നിങ്ങൾക്ക് സംരംഭകനാകാൻ വേണ്ടിയിട്ട് പറ്റും. ചായ വിറ്റ് നിങ്ങൾക്ക് സംരംഭകനാണോ, ചായ വിറ്റ് സംരംഭകനാകാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് സാധ്യതയുള്ള ഒരു മേഖലയാണ്. പക്ഷെ അതിൽ നിങ്ങളായിരിക്കണം കിങ്. നിങ്ങളെ ഞാൻ പറഞ്ഞതുപോലെ കേരളം മൊത്തം മാർക്കറ്റ് ചെയ്യുന്നതിനെക്കാട്ടിലും അപ്പുറമായിട്ട് നിങ്ങളുടെ പഞ്ചായത്തിൽ, നിങ്ങളുടെ ഏരിയയിൽ ഒരു 100 പേര്, അല്ലെങ്കിൽ നിങ്ങളുടെ ടാർഗറ്റ് കസ്റ്റമർ, നിങ്ങളുടെ പ്രീമിയം കസ്റ്റമേഴ്സിന് നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം, അവരുമായിട്ട് മാർക്കറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റണം. ഇപ്പം ഞാൻ പറഞ്ഞതുപോലെ AI കാലമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ അഡ്വർടൈസ്മെന്റ് നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന കാലമാണ്. ക്യാൻവ എന്ന് പറഞ്ഞൊരു ഫ്രീ ആപ്പ് ഉണ്ട്. അതിനകത്ത് കയറിയിട്ട് നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഷോപ്പോ പ്രൊഡക്റ്റോ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നിങ്ങളെ ബ്രാൻഡെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ പഠിക്കുന്ന ഡിഗ്രിക്കോ +1 പഠിക്കുന്ന ഒരാൾക്ക് ഒരു 100 രൂപ കൊടുത്തിട്ട് എനിക്കൊരു 5 മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഒരു 5 പോസ്റ്റർ എനിക്ക് തയ്യാറാക്കി എൻ്റെ ഈ പ്രൊഡക്റ്റിന് വേണ്ടിയിട്ട് നിങ്ങൾ സ്റ്റാറ്റസ് ആക്കിയിട്ട് നിങ്ങളുടെ കുടുംബശ്രീ യൂണിറ്റുകളിലിട്ട്, നിങ്ങളുടെ അസോസിയേഷൻ ഗ്രൂപ്പുകളിലിട്ട് നിങ്ങൾക്ക് അത് ചെയ്യാൻ വേണ്ടിയിട്ട് വരും. ഇവർ 100 രൂപ കൊടുത്ത് ഈ ടെക്നോളജി എല്ലാം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും. നിങ്ങൾക്ക് ChatGPT-യോട് തന്നെ ചോദിക്കാൻ വേണ്ടി പറ്റും മലയാളത്തിൽ, ഞാൻ ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങി, ഇന്ന സ്ഥലത്താണ് തുടങ്ങിയത്, ഞാൻ എന്താണ് അഡീഷണൽ ആയിട്ട് ചെയ്യേണ്ടത്. ഇപ്പം ഡീപ് സീക്ക് എന്ന് പറഞ്ഞ് വരുന്നുണ്ട്. നിങ്ങളുടെ മൊബൈലിൽ തന്നെ ഇൻസ്റ്റാൾ ചെയ്ത് നിങ്ങൾക്ക് തന്നെ മലയാളത്തിൽ എന്നോട് ചോദിക്കാം, കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാം. നിങ്ങളുടെ മൊബൈലിൽ തന്നെ നിങ്ങൾ സംരംഭങ്ങളെക്കുറിച്ചും ഇതിനെക്കുറിച്ചും എല്ലാം നമ്മുടെ വ്യവസായ വകുപ്പിൻ്റെ സൈറ്റ് എടുത്തു കഴിഞ്ഞാൽ
അതിനകത്ത് കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെ സ്കീമുകൾ അതിനകത്ത് തന്നെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് നിങ്ങൾക്ക് തന്നെ സ്ക്രോൾ ചെയ്ത് മുഴുവൻ കാര്യങ്ങളും മലയാളത്തിലേക്ക് ഗൂഗിൾ തന്നെ പരിഭാഷപ്പെടുത്തി തരാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ കയ്യിൽ മൊബൈലുണ്ട്. അപ്പോൾ ടെക്നോളജി നിങ്ങളുടെ ഏറ്റവും അടുത്താണുള്ളത്. നിങ്ങൾക്ക് ഒരു സംരംഭം തുടങ്ങാനുള്ള ധൈര്യം നിങ്ങൾക്ക് വന്നു കഴിഞ്ഞു, അത് തീരുമാനിച്ചു കഴിഞ്ഞു. ഇങ്ങനെയെല്ലാം വെല്ലുവിളികൾ വരും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. അപ്പോൾ അതിനോടനുബന്ധിച്ച് നിങ്ങൾ അടുത്ത ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ ഇതെന്ന് പറയുന്ന ഒരു കാറ്റലിസ്റ്റ്, ഇതിന് നിങ്ങളെ ഒന്ന് ത്വരിതപ്പെടുത്തുവാൻ, നിങ്ങളുടെ സംരംഭക യാത്രയെ ഒന്ന് ത്വരിതപ്പെടുത്താൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അതിനോടനുബന്ധിച്ചാണ് ആദ്യമായിട്ട് KSIFT, നമ്മുടെ വ്യവസായ വകുപ്പ്. നിങ്ങൾക്കൊരു സംരംഭം തുടങ്ങണമെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ സംരംഭം എവിടെയാണ് തുടങ്ങണം എന്നുള്ളത് നിങ്ങൾ അന്വേഷിക്കണം. അവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ട് പ്ലേസ്. നിങ്ങൾ തുടങ്ങുന്ന ആ 5 Pയിൽ ഒരു പ്രധാനപ്പെട്ട P ആണ് നിങ്ങൾ എവിടെ തുടങ്ങുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പല ഹോട്ടൽസ് ഫുഡ് ബേക്കറി യൂണിറ്റ്സ് അങ്ങനെ ഒന്നും പൊട്ടിക്കണ്ടതായിട്ട് അറിയത്തില്ല. പക്ഷെ പല ഹോട്ടൽസും അതിൻ്റെ പ്ലേസ്, അതിൻ്റെ ലൊക്കേഷൻ തെറ്റായതുകൊണ്ടും പാർക്കിംഗ് ഇല്ലാത്തതുകൊണ്ടും ശ്രദ്ധിക്കാത്തതുകൊണ്ടും പൂട്ടിപ്പോയ ഭക്ഷണം കൊടുക്കുന്ന റെസ്റ്റോറൻറ്റ്സ് ധാരാളം ഉണ്ട്. അപ്പം നിങ്ങൾ എവിടെയാണ് നിങ്ങളുടെ പ്രൊഡക്ഷൻ പ്ലാന്റ്, അല്ലെങ്കിൽ നിങ്ങൾ എവിടെയാണ് നിങ്ങളുടെ ഷോപ്പ് ഇടാൻ വേണ്ടി പോകുന്നത്, നിങ്ങളുടെ പ്ലേസ്, അത് വളരെയധികം പ്രധാനപ്പെട്ടതാണ്. ആ പ്ലേസ് നിങ്ങൾ കണ്ടുപിടുത്തി കഴിഞ്ഞാൽ നിങ്ങളൊരു പേര് കണ്ടെത്തുക, നിങ്ങളുടെ സംരംഭത്തിന് ഒരു പേര് കണ്ടെത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തൊട്ടടുത്ത അക്ഷയയിലോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം മൊബൈലിലോ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. നിങ്ങളുടെ KSIFT രജിസ്ട്രേഷൻ, നമ്മുടെ KSRTCയുടെ KSIFT അല്ല, സിംഗിൾ വിൻഡോ ക്ലിയറൻസ് എന്ന് പറഞ്ഞ് ഇൻഡസ്ട്രിയൽ ഡിപ്പാർട്ട്മെന്റിന്റെ KSIFTൽ കയറിയിട്ട് നിങ്ങൾക്ക് 10 ലക്ഷം രൂപയുള്ള സംരംഭങ്ങൾ 100 രൂപ ഫീസ് കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഇൻ പ്രിൻസിപ്പിൾ അക്നോളജ്മെന്റ് 3.5 വർഷത്തേക്ക് നിങ്ങൾക്ക് തരികയാണ്. അതായത് സർക്കാർ പറയാണ്, നിങ്ങൾ ഒരു സംരംഭം തുടങ്ങാൻ വേണ്ടിയിട്ട് നിങ്ങൾ തയ്യാറെടുത്ത് മുന്നോട്ട് വന്നിരിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾക്ക് ഇനി യാതൊരു ബുദ്ധിമുട്ടുണ്ടാകാതെ 3.5 വർഷം നിങ്ങൾക്ക് കണ്ണു അടച്ചുകൊണ്ട് സർക്കാർ പറയുന്ന എല്ലാ കാര്യങ്ങളും അത് നിഷ്കർഷിച്ചുകൊണ്ട് ഞങ്ങൾ ഒരു അഫിഡവിറ്റ് ആണ് കൊടുക്കുന്നത്. ഞാൻ ഇന്ന സർട്ടിഫിക്കറ്റുകളെല്ലാം വാങ്ങിക്കാനായിട്ടുണ്ടായിരുന്നു, പക്ഷെ അതിൻ്റെ നിയമങ്ങളെല്ലാം ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നു. അതുകൊണ്ട് അതനുസരിച്ച് ഞാൻ 3.5 വർഷം ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയാണ്. ഈ 3 വർഷം കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ ഇതിനിടയ്ക്ക് നിങ്ങൾക്ക് ബാക്കി സർട്ടിഫിക്കേഷൻ്റെ പ്രോസസ്സ് എല്ലാം ചെയ്ത് തുടങ്ങിയാൽ മതി എന്നുള്ളൊരു അക്നോളജ്മെന്റ് KSIFT ഉണ്ടെങ്കിൽ കേരളത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ തന്നെ അല്ലെങ്കിൽ വീടിനോട് ചേർന്ന് ഒരു ഷെഡിലോ അല്ലെങ്കിൽ പുറത്തോ സ്ഥലമില്ലെങ്കിൽ ആ സർവേ നമ്പർ വെച്ചുകൊണ്ട്, അവിടെയാണ് ഷെഡ് കെട്ടാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ ഷെഡ് കെട്ടാൻ ആ സർവേ നമ്പർ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് KSIFT എടുക്കാം. അപ്പോൾ കേരളത്തിലൊരു സംരംഭം, മറ്റൊരു സംരംഭം കൂടെ പിറന്നു കഴിഞ്ഞു. പിന്നെ ഫുഡ് സേഫ്റ്റി ലൈസൻസ്, FSSAI ലൈസൻസ്, ഭക്ഷ്യ സംസ്കരണവുമായിട്ട് നിങ്ങൾ നിൽക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് FSSAI രജിസ്ട്രേഷൻ ആവശ്യമാണ്. FSSAI ലൈസൻസും ഉണ്ട്, രജിസ്ട്രേഷനും ഉണ്ട്. അതിൽ രജിസ്ട്രേഷൻ്റെ ആവശ്യമേ നമുക്ക് തൽക്കാലം ആവശ്യമുള്ളൂ. 12 ലക്ഷത്തിന് മുകളിലോട്ട് പോവുകയാണെങ്കിൽ മാത്രം നമ്മൾ ലൈസൻസിലോട്ടോ മറ്റോ പോയാൽ മതിയാവും. അപ്പോൾ രജിസ്ട്രേഷന് നിങ്ങൾക്ക് 100 രൂപ ഒരു വർഷത്തേക്ക് ആകത്തുള്ളൂ. 5 വർഷത്തേക്ക് എടുക്കുകയാണെങ്കിൽ 500 രൂപ. പിന്നെ അക്ഷയയുടെ എന്തെങ്കിലും ചാർജസ് അവർ 50, 75, 100 അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിരിക്കും. 30 വാങ്ങിക്കുന്നവരുണ്ട്. അപ്പം FSSAI രജിസ്ട്രേഷൻ എടുക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു മെഷീൻ, എന്തായാലും പാക്ക് ചെയ്യാൻ മെഷീൻ ഉണ്ടാവും. മെഷീൻ്റെ കൂടെ തന്നെ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടാവും. ആ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. പാക്കിംഗ് രജിസ്ട്രേഷൻ ആയിട്ടുണ്ടാവും. അതും വെച്ച് നിങ്ങൾക്ക് ഒരു സംരംഭകനാകാനുള്ള, പിന്നെ നമുക്ക് സെൻട്രൽ ഗവൺമെൻറ് ഒരു സർട്ടിഫിക്കേഷൻ ഉണ്ട്, ഉദ്യം സർട്ടിഫിക്കേഷൻ. അതെല്ലാ മാനുഫാക്ചറിങ് സർവീസ് യൂണിറ്റുകളും ചെയ്തിരിക്കണം. അതും നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിൽ തന്നെ ചെയ്യാം, സൗജന്യമാണ്. ഉദ്യം രജിസ്ട്രേഷൻ പൈസ കൊടുക്കേണ്ട, ആകെ അക്ഷയയിൽ നിങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ഒരു 500 രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഡോക്യുമെൻറ്റേഷൻ ചെലവുകൾ മീറ്റ് ചെയ്യുകയും ചെയ്യാം. ഒരു 4-5 ദിവസത്തിനുള്ളിൽ ഈ ഡോക്യുമെന്റ്സ് എല്ലാം നിങ്ങളുടെ കയ്യിലിരിക്കുകയും നിങ്ങൾക്ക് സംരംഭം ആരംഭിക്കുകയും ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും. അപ്പോൾ പലപ്പോഴും ഞങ്ങളെ ബന്ധപ്പെടുമ്പോഴത്തേക്ക് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ നിങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നു എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ധാരണ ഉണ്ടാവണം. നിങ്ങൾ എടുക്കാൻ പോകുന്ന റിസ്ക് നിങ്ങൾക്ക് അറിയണം. നിങ്ങൾ എത്രയാണ് നിങ്ങൾ ലോൺ പ്രതീക്ഷിക്കാൻ പോകുന്നത്, നിങ്ങളുടെ കയ്യിൽ എത്രയുണ്ട്, അതിൻ്റെ വരായികൾ. നമ്മുടെ ഒരു ബ്രേക്ക് ഈവൻ പോയിന്റ് ഉണ്ട്. ഒരു ബിസിനസ് തുടങ്ങി അത് ലാഭകരമാകുന്നതിനും ലാഭവും നഷ്ടവും ഇല്ലാത്ത ഒരു അവസരത്തിലെത്തിക്കും. ചില ബിസിനസ്സിന് ചിലപ്പോൾ 1 മാസമായിരിക്കും ബ്രേക്ക് ഈവൻ പോയിന്റ്, 6 മാസം ബ്രേക്ക് ഈവൻ പോയിന്റ് വരുന്നവരുണ്ട്, 1 വർഷം ബ്രേക്ക് ഈവൻ വരുന്നവരുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ബാങ്ക് മൊറട്ടോറിയം കൊടുക്കും. അപ്പോൾ നിങ്ങളുടെ ബ്രേക്ക് ഈവൻ പോയിന്റ് നിങ്ങൾക്ക് എത്ര 3 മാസം കഴിയുമ്പോൾ എനിക്ക് ലാഭവും നഷ്ടവും ഇല്ലാത്ത ഒരു അവസരത്തിലേക്ക് വരാൻ വേണ്ടിയിട്ട് കഴിയും എന്ന് പറഞ്ഞ് നമ്മൾ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് പ്ലാൻ ആക്കിയിട്ട് വേണം നമ്മൾ ഇതിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് നിങ്ങൾക്ക് ജില്ലാ വ്യവസായ കേന്ദ്രത്തിൽ നിന്ന് അല്ലെങ്കിൽ PMFME എന്ന് പറയുന്ന സ്കീമിൽ നിന്ന് നമുക്ക് എന്തെല്ലാം ബെനിഫിറ്റ്സ് നമുക്ക് അതിനകത്ത് വരുന്നുണ്ട് എന്നുള്ളതിനെ കുറിച്ച്
നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കഴിയുന്നത്. ഈ സ്കീം PMFME എന്ന് പറയുന്ന സ്കീമിൽ നമുക്ക് 35% സബ്സിഡിയാണ് നിങ്ങൾക്ക് വരുന്നത്. 35%. അതായത് ഭക്ഷ്യ സംസ്കരണ മേഖലയിൽ നിങ്ങളൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി അത് പാക്ക് ചെയ്ത് അതിനൊരു ലേബൽ ഒട്ടിച്ച് നിങ്ങളത് മാർക്കറ്റ് ചെയ്യാൻ തയ്യാറാവുകയാണെങ്കിൽ നിങ്ങൾക്ക് കേന്ദ്ര ഗവൺമെൻറ് നിങ്ങൾ വാങ്ങിക്കുന്ന മെഷീനറീസിന് ടേം ലോണിന് 35% സബ്സിഡി. അതായത് 1 ലക്ഷം രൂപയാണ് നിങ്ങൾ ലോൺ എടുക്കുന്നതെങ്കിൽ അതിൻ്റെ 35,000 രൂപ നിങ്ങൾക്ക് സബ്സിഡി ആയിട്ട് വരും. 10 ലക്ഷം രൂപയാണ് എടുക്കുന്നതെങ്കിൽ 3.5 ലക്ഷം രൂപ നിങ്ങൾക്ക് സബ്സിഡി ആയിട്ട് വരും. അതുപോലെ തന്നെ നിങ്ങൾ 30 ലക്ഷം രൂപയാണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് 10 ലക്ഷത്തോളം രൂപ നിങ്ങൾക്ക് സബ്സിഡി ആയിട്ട് വരും. ക്യാപിറ്റൽ സബ്സിഡി 10 ലക്ഷത്തിലേക്ക് ക്യാപ്പ് ചെയ്തിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് നിങ്ങൾക്ക് കിട്ടാൻ പറ്റത്തില്ല. അപ്പോൾ നിലവിലൊരു പുതിയൊരു സംരംഭം തുടങ്ങുന്നവർക്ക് 1 ലക്ഷം രൂപയുടെ ഒരു മെഷീൻ എടുത്ത് ഞങ്ങൾക്ക് വീട്ടിൽ ഒരു സംരംഭം തുടങ്ങണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ 1 ലക്ഷം രൂപ PMFME എന്ന് പറയുന്ന സ്കീമിലോ അല്ലാതെയോ നിങ്ങൾക്ക് സംരംഭം തുടങ്ങാം. അത് നമ്മുടെ ജില്ലാ പഞ്ചായത്തിൻ്റെ വ്യവസായ വകുപ്പിൻ്റെ തന്നെ പല പദ്ധതികളുണ്ട് നിങ്ങളുടെ പുസ്തകത്തിരിക്കുന്നത്. അങ്ങനെ ഒരു സംരംഭം തുടങ്ങാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് പറ്റും. അതുപോലെ തന്നെ ഈ 35% സബ്സിഡി എന്ന് പറയുന്നത് 3 വർഷം ലോക്കിൻ പീരീഡ് ആയിരിക്കും. ക്രെഡിറ്റ് ലിങ്ക്ഡ് സബ്സിഡിയാണ്. 3 വർഷം ലോക്കിൻ പീരീഡ് ആയിരിക്കും. എപ്പോഴാണ് നിങ്ങളുടെ ലോൺ സാങ്ഷനായി നിങ്ങളുടെ പേരിൽ തന്നെ ബാങ്കിൽ FD ആയിട്ട് വന്നിട്ടുണ്ടാവും. നിങ്ങൾ ഇൻട്രസ്റ്റ് പേ ചെയ്യുന്നത് ബാക്കി എമൗണ്ടിൻ്റെ ഇതിന് പേ ചെയ്താൽ മതിയാവും. 3 വർഷം കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ബാങ്കിൽ നിങ്ങളുടെ ലോണിലായിട്ട് ബാലൻസ് ഉണ്ടെങ്കിൽ അത് അഡ്ജസ്റ്റ് ചെയ്യുകയോ മറ്റു കാര്യങ്ങളോ എന്തെങ്കിലും ചെയ്യാം. അപ്പോൾ ഇതിന് കുറച്ചും കൂടെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നിങ്ങളിപ്പോൾ സംരംഭം തുടങ്ങാൻ പലരും വിളിച്ചിട്ട് ചോദിക്കുന്ന സ്ഥലം ഞങ്ങൾ കാണാൻ വരണോ? ഞങ്ങൾ അങ്ങോട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾ ഞങ്ങളെ കാണാൻ വരണ്ട, ഞങ്ങളാണ് നിങ്ങൾ അങ്ങോട്ട് വന്ന് കണ്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ എന്നെ ഫോണിലൂടെ സംസാരിക്കാനുള്ളവരുടെ ഫോണിലൂടെ സംസാരിക്കും. നിങ്ങൾ KCET എടുക്കണം, FSSC എടുക്കണം, നിങ്ങളുടെ ഒരു ബ്രാൻഡ് നെയിമൊക്കെ കണ്ടുപിടിച്ചതിന് ശേഷം ഈ ഡോക്യുമെൻ്റ് എല്ലാം കൂടെ ആയിട്ട് ഞങ്ങൾക്ക് അയച്ചു തന്നാൽ ഞങ്ങൾ തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രൊജക്ട് റിപ്പോർട്ട് എല്ലാം തയ്യാറാക്കി ജില്ലാ വ്യവസായ കേന്ദ്രത്തിലേക്ക് അയക്കും. ഇതെല്ലാം നിങ്ങൾ അവിടെ ഇരുന്നുകൊണ്ടാണ് ചെയ്യുന്നത്. ഞങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ യൂണിറ്റ് കാണാൻ വേണ്ടിയിട്ടും അതിൻ്റെ ഫോട്ടോ എടുക്കാനൊക്കെ ഇടയ്ക്ക് വരുന്നെങ്കിൽ ഇതെല്ലാം നിങ്ങൾ വീട്ടിലിരുന്ന് വളരെ പെട്ടെന്ന് ചെയ്യാവുന്നതേ ഉള്ളൂ. ഞങ്ങൾക്ക് ആപ്ലിക്കേഷൻ നിങ്ങളെല്ലാം തയ്യാറാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ വളരെ പെട്ടെന്ന് 2 ദിവസം കൊണ്ട് തന്നെ അത് DICയിലേക്ക് റെക്കമെൻഡ് ചെയ്യും. അടുത്ത ദിവസം കൊണ്ട് തന്നെ DIC എന്ത് ചെയ്യും, നിങ്ങളുടെ റിപ്പോർട്ടൊന്ന് നോക്കിയിട്ട് ബാങ്കിലേക്ക് നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാം. അപ്പം ബാങ്കിലേക്ക് നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഞങ്ങൾ ഒരു കാര്യം കൂടെ പറയാറുള്ളത്, നിങ്ങളൊന്ന് ബാങ്കിൽ ചെന്ന് ബാങ്ക് മാനേജറോട് ഒന്ന് സംസാരിക്കണം, വ്യക്തമായിട്ട് കാര്യങ്ങൾ പറയണം. സാർ, ഞാൻ ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങാൻ വേണ്ടിയിട്ടാണ് ആഗ്രഹിക്കുന്നത്. ഞാൻ IU ഇൻഡസ്ട്രിയൽ എക്സ്റ്റൻഷൻ ഓഫീസറെ കണ്ടു. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ 35% സബ്സിഡിയുള്ള സ്കീമിൽ കണക്ട് ചെയ്യാമെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് ചെയ്യാമോ, തരാമോ എന്നുള്ളതാണ്. ബാങ്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ആദ്യത്തെ കസ്റ്റമർ എന്ന് പറയുന്നത് നിങ്ങളൊരു സംരംഭത്തിലേക്ക് നിങ്ങൾ കടക്കാൻ പോകുമ്പോൾ നിങ്ങളുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളിയാണ് ബാങ്ക് മാനേജറെ കൺവിൻസ് ചെയ്യിക്കുക. ആ ബാങ്ക് മാനേജറുടെ അടുത്ത് പോകുമ്പോഴത്തേക്കും ബാങ്ക് മാനേജറുടെ മുമ്പിൽ 2 ടാസ്ക്കാണുള്ളത്. ബാങ്ക് മാനേജറുടെ മുമ്പിൽ ഒരു ടാസ്ക് എന്ന് പറയുന്നത് താല്പര്യമില്ലാത്ത, അതായത് പൊട്ടൻഷ്യൽ ഇല്ലാത്ത ആർക്കും ലോൺ കൊടുക്കരുത്. കൃത്യമായിട്ട് പരമാവധി എങ്ങനെ അവർക്ക് ലോൺ കൊടുക്കാതിരിക്കാമെന്നുള്ള ട്രെയിനിങ് ഒക്കെ പ്രത്യേകം കിട്ടിയിട്ടുണ്ട്. ഒരാളെ എങ്ങനെ ഒഴിവാക്കാം എന്നുള്ളതിനെ കുറിച്ചൊക്കെ പ്രത്യേകം ട്രെയിനിങ് കിട്ടിയിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ അവർക്ക് ടാർഗറ്റ് കൊടുത്തിട്ടുണ്ട്. PMFME സ്കീമിൽ നമ്മുടെ സ്റ്റേറ്റിന് 3000 ഈ വർഷം ടാർഗറ്റ് കൊടുത്തതുപോലെ ഓരോ ബാങ്കിനും ബ്രാഞ്ചിനും ടാർഗറ്റ് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ പ്രദേശത്ത് PMFME എന്ന സ്കീമിൽ ഇത്ര ലോൺ സാങ്ഷൻ ആക്കിയിരിക്കണം, ഇത്ര എമൗണ്ട് സാങ്ഷൻ ആക്കിയിരിക്കണം, PMEGP സ്കീം വഴി ഇത്ര ലോൺ സാങ്ഷൻ ആക്കിയിരിക്കണം എന്ന് കൃത്യമായ ടാർഗറ്റ് ഇരിക്കുന്നത്. അപ്പോൾ അന്ന് രാവിലെ വരുമ്പോൾ അയാൾ ചിന്തിച്ചുകൊണ്ട് വരികയാണ്, ഞങ്ങൾക്ക് ഇന്ന് തന്നെ ടാർഗറ്റ് അച്ചീവ് ചെയ്യണം, ഒരു നല്ല 2 കസ്റ്റമർ വന്നെങ്കിൽ എന്ന് ചിന്തിച്ചിട്ടായിരിക്കും അവരിയ്ക്കുന്നത്. പക്ഷെ നമ്മൾ അവരുടെ മുമ്പിൽ ചെല്ലുമ്പോൾ നമ്മുടെ പ്രൊജക്റ്റിനെ എങ്ങനെ അവരോട് പ്രസന്റ് ചെയ്യുന്നു എന്നുള്ളത് ആണ് നമ്മുടെ വിജയം എന്ന് പറയുന്നത്. അപ്പോൾ ആ പ്രസന്റേഷൻ ടൈമിലാണ് ബാങ്ക് ഒരു തീരുമാനം എടുക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ ബാങ്ക് പറയും, ഓക്കെ നമുക്ക് നോക്കാം, നിങ്ങളുടെ പാൻ കാർഡും ആധാർ കാർഡും കൂടെ ഇവിടെ തരിക, ഞങ്ങൾ സിവിലിനെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് ഞങ്ങളത് പറയാമെന്നുള്ളത് പറയും. ആ സമയത്ത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും ബാങ്ക് മാനേജർ ഇത് തരാൻ വേണ്ടിയിട്ട്. ഞങ്ങൾക്ക് ആപ്ലിക്കേഷൻ നിങ്ങൾ തരുമ്പോൾ നിങ്ങൾ 2 ബാങ്ക് പറയണം. ഒന്ന് പ്രൈമറി ബാങ്കും പറയണം, സെക്കൻഡറി ബാങ്കും പറയണം. നിങ്ങൾക്ക് അക്കൗണ്ട് ഉണ്ടാവാം, അക്കൗണ്ട് ഇല്ലാത്ത ബാങ്കുമാണ്. നിങ്ങളുടെ അടുത്തുള്ള നിങ്ങൾക്ക് തരാൻ സാധ്യതയുള്ള ബാങ്കുകൾ ഏതാണ്? നമുക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാനറ ബാങ്കാണ്. വളരെ ബുദ്ധിമുട്ടില്ലാതെ പോകും. SBI ഒക്കെ അവരുടെ ഡോക്യുമെന്റേഷൻ പ്രോസസ്സ് കുറച്ചായതുകൊണ്ട് പിന്നെ മറ്റു ബാങ്കുകളും ഉണ്ട്. അപ്പോൾ കാനറ ബാങ്ക്. അപ്പോൾ നിങ്ങൾക്ക് അക്കൗണ്ട് വേണമെന്നില്ല. ആ ബാങ്കിലേക്ക് പോകുമ്പോൾ മാനേജറോട് പറയാൻ എനിക്ക് ഇന്ന ബാങ്കിലാണ് അക്കൗണ്ട്, പക്ഷെ ഞങ്ങൾ ഇന്ന ബാങ്കിലേക്കാണ് ഞങ്ങൾക്ക് ചെയ്യാൻ താല്പര്യം.
അപ്പോൾ പുള്ളി അത് വാങ്ങിച്ചു വെച്ചിട്ട് നിങ്ങളുടെ സിബിൽ സ്കോർ ഒന്ന് ചെക്ക് ചെയ്യും. സിബിൽ ശ്രദ്ധിക്കേണ്ട പ്രത്യേക കാര്യമാണ്, നിങ്ങൾക്ക് ലോൺ തരണമെങ്കിൽ ചില ബാങ്ക് 700, 720, 750 മുകളിൽ വേണം. നിങ്ങളുടെ ഏതെങ്കിലും ഒരു ലോൺ എടുത്ത് ക്രെഡിറ്റ് കാർഡോ സെറ്റിൽമെൻറ്റോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലോൺ തരാനായിട്ട് ബാങ്ക് പറ്റത്തില്ല. അയാൾക്ക് തരണമെന്ന് താല്പര്യം ഉണ്ടെങ്കിലും പറ്റത്തില്ല. അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വൈഫിൻ്റെയോ അല്ലെങ്കിൽ നിങ്ങളുടെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ആരുടെയും പേരിൽ നിങ്ങൾക്ക് എടുക്കാം. ഈ സ്കീമിൽ ഒരാൾക്ക്, ഒരു ഫാമിലിയിൽ നിന്ന് ഒരാൾക്ക് മാത്രമേ ഈ സ്കീമിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ. 1 വർഷത്തേക്കും കൂടെ സാർ നേരത്തെ പറഞ്ഞതുപോലെ ഈ വർഷം മാർച്ചിൽ അവസാനിക്കാനിരുന്ന സ്കീമാണ് 1 വർഷത്തേക്കും കൂടെ നീട്ടിയിട്ടുണ്ട്. അടുത്ത മാർച്ച് വരെ ഈ സ്കീം നീട്ടിയിട്ടുണ്ട്. അപ്പോൾ സിബില് നമുക്ക് വലിയൊരു നോക്കുന്നതാണ്. സിബില് നിങ്ങൾ കൃത്യമായിട്ട് ചെക്ക് ചെയ്യണം. ഒരുപക്ഷെ കഴിഞ്ഞ നാളുകളിൽ അത് സിബിലിന്റെ ഇഷ്യൂ ഉണ്ടെന്ന് അറിഞ്ഞ് സെറ്റിൽ ചെയ്യാതെ ധാരാളം ചില കേസുകളിൽ ബാങ്ക് അത് കൺസിഡർ ചെയ്യാറുണ്ട്. ചിലവര് ലോണൊന്നും എടുത്തിട്ടില്ലാത്തവർക്ക് സിബിൽ എന്ന് പറയുന്നത് 0 ആണ്. അങ്ങനെയുള്ള കേസ് ഇപ്പം ഒരു ക്രെഡിറ്റ് കാർഡോ ഇല്ല, ലോണും എടുത്തിട്ടില്ല, ബജാജിന്റെ ലോൺ എടുത്തിട്ടില്ല, ഒരു ഫോണിന്റെ ലോൺ എടുത്തിട്ടില്ലാത്തവർക്ക് സിബിൽ 0 ആണെങ്കിലും ബാങ്ക് അങ്ങനെയുള്ളവരെ ബാങ്ക് കൺസിഡർ ചെയ്യും. അവർക്ക് അറിയാൻ പറ്റും ഇത് ഇതുവരെ ഒന്നും എടുത്തിട്ടില്ല എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. സിബിലിനെ കുറിച്ചൊക്കെ കുറെ കൂടെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് അറിയാൻ തോന്നുന്നു. ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഡിസ്കഷൻ ടൈമിൽ നമുക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാം. അപ്പോൾ നിങ്ങൾ ഞങ്ങളെ അറിയിക്കുകയും നിങ്ങളൊരു പ്രൊജക്ട് റിപ്പോർട്ട് ഞങ്ങൾ തയ്യാറാക്കി ബാങ്കിലേക്ക് കൊടുക്കുകയും ചെയ്യുന്നു. പിന്നെ ബാങ്ക് ചിലപ്പോൾ 1-2 ഡോക്യുമെന്റ്സ് നിങ്ങളോട് അഡീഷണലി ചോദിച്ചെന്ന് വരാം. നിങ്ങളുടെ യൂണിറ്റ് വന്ന് പരിശോധിച്ചതിന് ശേഷം ബാങ്ക് ലോൺ സാങ്ഷൻ ആക്കും. മെഷീനറീസ് വാങ്ങിക്കുന്നതിൻ്റെ പൈസ നിങ്ങളുടെ കയ്യിൽ തരത്തില്ല. അത് നേരെ നിങ്ങൾ ആരുടെ നിന്നാണോ കൊട്ടേഷൻ വാങ്ങിക്കുന്നത് ആ സ്ഥാപനത്തിലേക്കായിരിക്കും കൊടുക്കുന്നത്. കൊട്ടേഷൻ വാങ്ങിക്കുമ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ 2-3 സ്ഥാപനങ്ങളിൽ നിന്ന് കൊട്ടേഷൻ വാങ്ങിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇവിടെ ട്രിവാൻഡ്രത്തുള്ളതോ കൊല്ലത്തുള്ളതോ ആലപ്പുഴയോ എറണാകുളമോ മലപ്പുറത്തുള്ള സ്ഥാപനങ്ങളുണ്ട്. എന്നിട്ട് നിങ്ങൾ പറ്റുമെങ്കിൽ കഴിയുമെങ്കിൽ അവിടെ പോയൊക്കെ ഒന്ന് നിങ്ങൾ മെഷീൻ ഉപയോഗിക്കുന്ന മെഷീൻ്റെ ഷീറ്റിൻ്റെ ഗേജ്, അതിൻ്റെ വണ്ണം, അതിൻ്റെ ക്വാളിറ്റി, ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ചില സ്ഥാപനങ്ങളിൽ നിങ്ങൾ വിളിക്കുമ്പോഴത്തേക്കും അവർ GST കൂടെ ആയിരിക്കും നിങ്ങൾ റേറ്റ് പറയുന്നത്. മറ്റൊരു സ്ഥാപനത്തിലേക്ക് വിളിക്കുമ്പോഴത്തേക്കും അവർ GST ഇല്ലാതെ ആയിരിക്കും റേറ്റ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ വ്യക്തമായിട്ട് ചോദിക്കണം, ഇത് GST റേറ്റ് ആണോ, അതിന് ട്രാൻസ്പോർട്ടേഷൻ അഡീഷണലി കോസ്റ്റ് വരുമോ എന്നുള്ളതെല്ലാം നിങ്ങൾ കൃത്യമായിട്ട് 2-3 സ്ഥാപനങ്ങളിൽ നിന്ന് കൊട്ടേഷൻ വാങ്ങിച്ചിട്ട് നിങ്ങൾക്ക് ഏതാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നത്. ഞങ്ങൾ DRPs ഉണ്ട്, ഞങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാനേ പറ്റത്തുള്ളൂ. 2-3 സ്ഥലത്തുണ്ട്. നിങ്ങൾക്ക് ബെസ്റ്റ് ഏതാണെന്നുള്ളത് അവർ സപ്ലൈ ചെയ്ത സ്ഥാപനങ്ങൾ ട്രിവാൻഡ്രത്തുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പോയി കണ്ട്, ഫ്ലോർ മില്ലാണ് അല്ലെങ്കിൽ അവിടെ ചെന്ന് കണ്ട് എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ട് കഴിഞ്ഞാൽ, കോയമ്പത്തൂരിൽ നിന്നൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു പ്രശ്നമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ വാങ്ങിക്കുന്നതുകൊണ്ട് തെറ്റില്ല, വാങ്ങിക്കുന്നവരുണ്ട്, ഞാൻ കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും കംപ്ലൈൻറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ അവരെ ഡിപ്പെൻഡ് ചെയ്യണം, അവരെ ടെക്നീഷ്യൻ വരണം, അല്ലെങ്കിൽ ആ പാർട്സ് നമുക്ക് ഇവിടെ കിട്ടുമെന്നുള്ളതിൻ്റെ പ്രായോഗികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ പരമാവധി ഏറ്റവും അടുത്തുള്ളത് നമുക്കൊരു റിലേഷനുള്ള സ്ഥാപനങ്ങളിൽ നിന്നെല്ലാം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പിന്നെ നിങ്ങൾക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് കഴിഞ്ഞ ദിവസം സാറ് പറഞ്ഞ പോലെ നമ്മുടെ പാപ്പനംകോട് NIST, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി, അവരുടെ ഇൻക്യുബേഷൻ ഫെസിലിറ്റീസ് ഉണ്ട്. അവർ ചെയ്തു വെച്ചേക്കുന്ന ധാരാളം പ്രോഡക്റ്റ് ഉണ്ട്. ആ പ്രോഡക്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ അവരെ പൈസ കൊടുത്ത് വാങ്ങിക്കാം. CTCRA കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം സ്വീകാരത്തുണ്ട്. അവിടെ മരിച്ചീനിയുമായിട്ട് ബന്ധപ്പെട്ടോ കപ്പയുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ മറ്റു കിഴങ്ങ് വർഗ്ഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ടോ എന്തെങ്കിലും ട്രെയിനിങ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അവർ റെഗുലറായിട്ട് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. അവിടുത്തെ ട്രെയിനിങ് പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ തന്നെ ഒരു ഇൻക്യുബേഷൻ ഫെസിലിറ്റി CTCRA ഒരുക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് വളരെ തുച്ഛമായിട്ടുള്ള ഒരു പൈസ കൊടുത്തുകൊണ്ട് നിങ്ങളുടെ പ്രോഡക്റ്റ് നിങ്ങൾക്ക് അവിടെ മാനുഫാക്ചർ ചെയ്യാം, ഒരു പാക്കറ്റിനകത്താക്കാം, നിങ്ങൾക്ക് കുറച്ച് കടകളിൽ വെച്ച് നോക്കാം, അതിൻ്റെ സാമ്പിൾ കൊടുത്ത് നിങ്ങളുടെ റിലേറ്റീവ്സിന് സാമ്പിൾ കൊടുക്കാം. സാമ്പിൾ കൊടുത്തിട്ട് അവർ നല്ലതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ആ പ്രോഡക്റ്റ് നിങ്ങളുടെ വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് പോയി നിങ്ങൾക്കത് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കഴിയും. അതുപോലെ തന്നെ നമ്മുടെ വെള്ളായണിയിലെ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ഉണ്ട്. അതുപോലെ വെള്ളാനിക്കര തൃശ്ശൂർ, അവിടെ അവർക്ക് വലിയൊരു ഇൻക്യുബേഷൻ സെൻ്റർ ഉണ്ട്. നിങ്ങൾക്ക് ഇന്നോവേറ്റീവായിട്ട് ഒരു ഐഡിയ, നിങ്ങളുടെ പ്രൊഡക്റ്റ് എന്തെങ്കിലും മഷ്റൂം ബേസ്ഡ് പ്രൊഡക്റ്റോ ചക്കയുടെയോ അല്ലെങ്കിൽ പ്രോഡക്റ്റിന് ഒരു ഇന്നോവേറ്റീവ്നെസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഡക്റ്റ് അവിടെ തന്നെ ഇൻക്യുബേറ്റ് ചെയ്യാം. വെള്ളാനിക്കര തൃശ്ശൂർ അവർ വേണ്ട ടെക്നിക്കൽ സപ്പോർട്ട് തരും. അവിടെ വെച്ച് നിങ്ങൾക്ക് പ്രൊഡക്ഷൻ ചെയ്യാം, നിങ്ങൾക്ക് പ്രൊഡക്റ്റ് മാർക്കറ്റ് ചെയ്യാം. നിങ്ങൾ ആ തുടക്കത്തിലെ 10 ലക്ഷവും 20 ലക്ഷവും 25 ലക്ഷവും മുടക്കി ഒരു സംരംഭം തുടങ്ങുന്നതിനേക്കാൾ നല്ലത് അവിടെ പോയി നിങ്ങൾക്ക് അവിടുത്തെ ഫെസിലിറ്റീസ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ പ്രൊഡക്റ്റ് ഫൈനലൈസ് ചെയ്ത് നിങ്ങൾക്ക് കസ്റ്റമറിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റബിൾ റീസണബിൾ റേറ്റിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കഴിഞ്ഞു. നിങ്ങളത് ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ
നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നേരെ നിങ്ങളുടെ ഒരു ഇൻവെസ്റ്റ്മെന്റിലേക്ക് പോയി നിങ്ങൾക്ക് ആ കാര്യങ്ങൾ ചെയ്യാം. അങ്ങനെ നിങ്ങളൊരു ഇന്നോവേറ്റീവ് പ്രോഡക്റ്റ് ആണെങ്കിൽ 25 ലക്ഷം രൂപ വരെ ഗ്രാൻഡ്, അതായത് നിങ്ങൾക്ക് തിരിച്ചടയ്ക്കേണ്ടാത്ത പൈസ അവിടെ നിന്ന് കിട്ടുന്നുണ്ട്. നമുക്ക് മാമ്പത്തൊന്നായാലും ഉള്ളതായിട്ട് അറിയത്തില്ല, പക്ഷെ ഒരു കൊല്ലത്തുണ്ട് ഒരു ലാബേ മഷ്റൂം എന്ന് പറയുന്നത്. പുള്ളി മഷ്റൂമിൽ നിന്ന് മഷ്റൂം കോഫി എന്നുള്ളതാണ് പുള്ളിയുടെ ഒരു ആശയം. കോസ്റ്റ് കൂടുതലാണ്, പുള്ളി ഇന്റർനാഷണൽ ആണ് നോക്കുന്നത്. നമ്മുടെ ഇവിടുത്തെ ലോക്കൽ മാർക്കറ്റുകളിലൊക്കെ ഉണ്ട്, നമ്മുടെ ബെൽഗേറ്റിൽ, അതുപോലെ തന്നെ പോത്തീസ്, നമ്മുടെ ഈസ്റ്റ് റോഡിലുള്ള 1-2 സ്ഥാപനങ്ങളിലും, അഗ്രികൾച്ചർ കേരള അഗ്രോ സ്റ്റോപ്പിലും അവരുടെ പ്രോഡക്റ്റ് ഉണ്ട്. വയനാടൊക്കെ പോയി കഴിഞ്ഞാൽ പത്തനംതിട്ട പോയി കഴിഞ്ഞാൽ ചക്കയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രോഡക്ട്സ് അവരവിടെ ഇൻക്യുബേറ്റ് ചെയ്യും. മില്ലറ്റ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രോഡക്റ്റ് ഇൻക്യുബേറ്റ് ചെയ്ത് ഗ്രാൻഡ് വാങ്ങിക്കുന്നവരുണ്ട്. അപ്പം ഇങ്ങനെയുള്ള സാധ്യതകളുള്ള ഒരു മേഖലയാണ്. അതാണ് സാറ് കുറച്ച് മുമ്പ് പറഞ്ഞത്, നമുക്ക് അങ്ങനെയുള്ള ട്രെയിനിങ് ഡിപ്പാർട്ട്മെന്റ്, നമുക്കൊരു ട്രെയിനിങ് കൊടുക്കുന്ന സ്ഥാപനങ്ങളുണ്ട്. കഴിഞ്ഞ ദിവസം ട്രെയിനിങ് നടത്തുന്ന സ്ഥാപനങ്ങളുടെ ലിസ്റ്റ് ഏതൊക്കെയാണെന്നുള്ളത് അവരുടെ നമ്പർ വേണമെങ്കിൽ സാർ തരും. നമ്മുടെ CTCR എന്നുണ്ടായിരുന്നു, നമ്മുടെ ക്ഷീരവികസന വകുപ്പിൽ നിന്ന് അവരുടെ ഡയറി ഡെവലപ്മെന്റ് ബോർഡ്, അവർക്കൊക്കെ ചീസ് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ തൈരുണ്ടാക്കുന്ന വളരെ കുറഞ്ഞ ചിലവിൽ ഹോം ബേസ്ഡ് ആയിട്ട് നിങ്ങൾക്ക് തൈരുണ്ടാക്കുന്ന യൂണിറ്റുകൾ അവരുടെ കസ്റ്റമേഡ് ആയിട്ട് സാധനങ്ങളുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളെല്ലാം, ഇത്രയും സപ്പോർട്ടുകളും കാര്യങ്ങളുണ്ട്. അപ്പോൾ ഞങ്ങൾ പറയുന്നത്, നിങ്ങൾക്കൊരു ആശയമുണ്ട്, നിങ്ങളൊരു പ്രൊഡക്റ്റ് ഫൈനലൈസ് ചെയ്ത് കഴിഞ്ഞുവെങ്കിൽ നിങ്ങൾക്ക് കഴിയുന്ന രീതിയിലെല്ലാം പരമാവധി ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ, സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സുകളുണ്ട്, അവരുമായിട്ട് ബന്ധപ്പെട്ട് പരമാവധി കളക്ട് ചെയ്യാൻ നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ഒരു പ്ലാൻ നിങ്ങൾ തയ്യാറാക്കിയിട്ട് വേണം നിങ്ങൾ അതിലോട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട്. അങ്ങനെ നിങ്ങളൊരു പ്ലാൻ തയ്യാറാക്കുമ്പോൾ നിങ്ങൾക്കൊരു സപ്പോർട്ടീവ് എന്നുള്ള രീതിയിലാണ് നമ്മുടെ PMFME സ്കീം 35% സബ്സിഡി വരുന്നത്. ഈ ബാങ്കിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇതിലൊരു ഓൺ കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. ഓൺ കോൺട്രിബ്യൂഷൻ, അത് ഏത് സ്കീമിൽ നിങ്ങളൊരു സംരംഭം ആരംഭിച്ചാലും നിങ്ങളുടെ കയ്യിൽ നിന്ന് ഒരു എമൗണ്ട് അക്കൗണ്ട് ബാങ്കിൽ ഇട്ടിട്ട് വേണം നിങ്ങൾക്കത്. അല്ലെങ്കിൽ നിങ്ങൾ മുഴുവൻ സമയം 10 ലക്ഷം രൂപയാണ് എടുക്കുന്നതെങ്കിൽ 10 ലക്ഷം രൂപയാണ് ബാങ്ക് തന്നതെങ്കിൽ നിങ്ങൾക്ക് തോന്നും അത് ഫുള്ള ബാങ്കിന്റെ പൈസയാണ്, എൻ്റെ പൈസ അതിനകത്തൊന്നുമില്ല, ഇപ്പൊ ഈടില്ലാതെയാണ് ലോൺ തരുന്നത് എന്ന് തോന്നരുത്, ബാങ്കിന് തോന്നണം. അതുപോലെ തന്നെ ബാങ്കും വിചാരിക്കരുത് ഇത് ബാങ്കിന്റെ സ്ഥാപനമാണ്, മറ്റേ പുള്ളി പൈസ ഇല്ലാന്ന് തോന്നുന്നുണ്ട് 10% നിങ്ങൾ ഇടണം. PMEGP പോലുള്ള സ്കീമിൽ 5% ഉള്ളത്. മാക്സിമം 10% മുതൽ 40% വരെ നിങ്ങൾക്ക് ഓൺ കോൺട്രിബ്യൂഷൻ നിങ്ങൾക്ക് ഇതിനകത്തിടാം. ഇടുന്ന ഓൺ കോൺട്രിബ്യൂഷനും നിങ്ങൾക്ക് 35% സബ്സിഡി ഉണ്ടാവും. ചെറിയ വർക്ക്സുകൾ, ഷെഡ്, അങ്ങനെ നമ്മളതിനെ ടെക്നിക്കൽ സിവിൽ വർക്ക് എന്നാണ് പറയുന്നത്. ചെറിയ ഷെഡ്, ഷീറ്റ് അടിക്കുക, അല്ലെങ്കിൽ അത്യാവശ്യം വയറിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ 30% വരെ, അതായത് 10 ലക്ഷം രൂപ എടുക്കുകയാണെങ്കിൽ ഒരു 2-3 ലക്ഷം രൂപ വരെ നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ടും നിങ്ങൾക്ക് ലോൺ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സ്കീം വഴി അതിനും സബ്സിഡി അവൈലബിൾ ആണ്. മറ്റൊരു പാർട്ട് എന്ന് പറയുന്നത് നമുക്ക് വർക്കിംഗ് ക്യാപിറ്റൽ നമുക്ക് ഇതിനകത്ത് വഴി ബാങ്കിനോട് ചോദിക്കാം. വർക്കിംഗ് ക്യാപിറ്റലിന് സബ്സിഡി ഇല്ല, പക്ഷേ വർക്കിംഗ് ക്യാപിറ്റലും കൂടെ നമുക്ക് ഇതിനകത്ത് ചോദിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ചോദിച്ചു കഴിഞ്ഞാൽ ബാങ്ക് അത് തരും. നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്ക് 5 ലക്ഷം രൂപയുടെ മെഷീൻ വാങ്ങിച്ചു വെച്ചിട്ട് 10 ലക്ഷം രൂപ വർക്കിംഗ് ക്യാപിറ്റൽ ചോദിച്ചാൽ തരത്തില്ല. വർക്കിംഗ് ക്യാപിറ്റലിന് കൃത്യമായിട്ട് കാൽക്കുലേഷൻ ഉണ്ട്. നിങ്ങളുടെ 1 മാസത്തെ അല്ലെങ്കിൽ 15 ദിവസം നിങ്ങളുടെ സ്റ്റോക്ക്, 20 ദിവസം നിങ്ങളുടെ ഫിനിഷ്ഡ് ഗുഡ്സ് അവിടെ സ്റ്റോക്കിലുണ്ട്, 30 ദിവസം നിങ്ങൾക്ക് സെയിൽസ് കഴിഞ്ഞിട്ട് എത്രാം ദിവസം നിങ്ങളുടെ ക്യാഷ് റൊട്ടേഷൻ ആവും. ആ റൊട്ടേഷൻ വെച്ചായിരിക്കും, ആ ഡേയ്സ് വെച്ചായിരിക്കും നിങ്ങളുടെ വർക്കിംഗ് ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്ത് നിങ്ങൾക്ക് അതിനകത്തിട്ട് വരുന്നത്. അപ്പോൾ ബാങ്കിൽ നിന്ന് ഇപ്പോൾ PMFME സ്കീമൊക്കെ ഞങ്ങൾ DRPs വന്ന് റിപ്പോർട്ട് കൊടുത്ത് DIC അത് വ്യക്തമായിട്ട് പഠിച്ച് ബാങ്കിലേക്ക് വിടുന്നതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടുകളൊന്നും പറയാറില്ല. പക്ഷേ ചില കേസുകളിൽ ബാങ്ക് ഇങ്ങോട്ട് തന്നെ ആവശ്യപ്പെടാറുണ്ട്. നമ്മുടെ അനുഭവ പരിചയമില്ലായ്മ നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയുന്നു, ബാങ്കിന് അത് ബോധ്യപ്പെട്ട് കഴിഞ്ഞു. ചില ബാങ്കുകളിലൊക്കെ നിങ്ങൾ എത്ര നല്ല ആൾക്കാർ പോയാലും ബാങ്ക് ലോൺ സാങ്ഷൻ ആകത്തില്ല. അത് ആ ബാങ്ക് മാനേജറുടെ ഒരു സൈക്കോളജി. ചിലപ്പോൾ നോർത്തിൽ നിന്ന് ആരെങ്കിലും ബാങ്ക് മാനേജർ ട്രാൻസ്ഫർ ആയിപ്പോൾ ഏപ്രിൽ കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾക്ക് നല്ല സമയമാണ്, തമിഴ്നാട്ടിൽ നിന്നോ നോർത്തിൽ നിന്നൊക്കെ ചിലപ്പോൾ ആരെങ്കിലും ട്രാൻസ്ഫർ ആയി വരും. അപ്പോൾ അവരോടായിരിക്കും ഇപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ഇപ്പോൾ സംസാരിച്ച് വെച്ചുകൊണ്ടിരിക്കുന്നത് ഒരു മാനേജറോടായിരിക്കും. നിങ്ങൾ ഈ 1-ാം തീയതി കഴിഞ്ഞ് ചെല്ലുന്നത് പുതിയ മാനേജറായിരിക്കും. പുതിയ മാനേജർ വരെ എനിക്ക് പറ്റത്തില്ല എന്നുള്ളത് പറയും. പക്ഷേങ്കിലും അങ്ങനെയല്ല, അങ്ങനെ പറയാറില്ല. അവിടെ ബാക്കി ആൾക്കാരെല്ലാം ഉണ്ടാവും. എങ്കിലും നമ്മൾ അവരെ കൺവിൻസ് ചെയ്യിക്കുക എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും വലിയൊരു വിജയം. അപ്പോൾ ഈ സ്കീമിൽ നമ്മളിപ്പം ഭക്ഷ്യ സംസ്കരണവുമായിട്ട് ബന്ധപ്പെട്ട് ഈ സ്കീമിൽ നമ്മൾ ആവശ്യപ്പെടുന്നത് നിങ്ങളൊരു പ്രോഡക്റ്റ് പാക്ക് ചെയ്ത് അതിൻ്റെ ലേബൽ ഒട്ടിച്ച് FSSAI നമ്പർ, പ്രൈസ് എല്ലാം ഒട്ടിച്ച് നിങ്ങൾ മാർക്കറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 35% സബ്സിഡിക്ക് നിങ്ങൾക്ക് എലിജിബിൾ ആണ്. മറ്റൊരു സ്കീമും ഇല്ല. PMEGP പോലുള്ള സ്കീമുകൾ
വനിതകളായിരിക്കണം, അത് അവർ ഗ്രാമപ്രദേശത്തായിരിക്കാം. അങ്ങനെ കുറച്ച് കണ്ടീഷൻസ് മീറ്റ് ചെയ്താൽ മാത്രമേ നമുക്കത് 35% കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. ഇതിൽ പുരുഷനെന്നോ സ്ത്രീയെന്നോ ഇല്ലാതെ നമുക്ക് 35% സബ്സിഡി നമുക്ക് ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതിൻ്റെ 10% നമ്മുടെ ഇനിഷ്യൽ കോൺട്രിബ്യൂഷൻ. ഒരു ഫാമിലിയിൽ നിന്ന് ഒരാൾക്ക് മാത്രമേ ഈ സംരംഭത്തിൽ നമുക്കതിനകത്ത് ചേരാൻ വേണ്ടിയിട്ട് പറ്റും. ഇതിന് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ നിബന്ധന പറയുന്നില്ല. 8ാം ക്ലാസ് മിനിമം പാസ്സായവർക്ക് ഒരു സംരംഭത്തിൻ്റെ ആശയമുണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് സബ്സിഡി വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഒരു ഫാമിലിയിൽ നിന്ന് ഒരാൾക്ക് മാത്രമേ ഇത് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് PMFM എന്ന് പറയുന്ന സ്കീം. ഇപ്പോൾ നിങ്ങൾ ഫുഡ് പ്രോസസ്സിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഒരു സംരംഭം ആരംഭിക്കുകയും ബാങ്ക് അത് 9%-9.5%-നോ ആണ് നിങ്ങളത് ചെയ്തത്. നിങ്ങളുടെ സംരംഭത്തിൽ ഒരു പ്രോസസ്സിങ്, അതായത് പ്രൈമറി പ്രോസസ്സിങ്, എങ്കിൽ മാവ് അരി എടുത്ത് പൊടിക്കുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രോസസ്സിങ് വന്നു കഴിഞ്ഞാൽ അതിനെ AF അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് എന്ന് പറയുന്ന AF എന്ന് പറയുന്ന സ്കീമിൽ ഉൾപ്പെടുത്തി നിങ്ങളുടെ പലിശ 6% കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റും. അതൊരുവിധം PMFM ആപ്ലിക്കേഷൻസ് എല്ലാം, കഴിയുന്ന ആപ്ലിക്കേഷൻസ് എല്ലാം നിങ്ങൾ DRPC AF-യുമായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് 35% സബ്സിഡിയും വരും. നിങ്ങളുടെ തത്വത്തിലുള്ള നിങ്ങളുടെ പലിശ എന്ന് പറയുന്നത് 6% കൊണ്ടുവരാൻ വേണ്ടിയിട്ടും പറ്റും. അപ്പം ഒരു ഭക്ഷ്യ സംസ്കരണ മേഖലകളിൽ നിങ്ങളൊരു സംരംഭം, അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ നാട്ടിലോ നിങ്ങളുടെ കൂട്ടുകാരോ ആരെങ്കിലും സംരംഭം തുടങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ അവർക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു സംരംഭമാണ് ഭക്ഷ്യ സംസ്കരണ മേഖലയിൽ ഈ ഒരു സംരംഭവും. ഈ സ്കീമിനെ നമുക്ക് എങ്ങനെ അസോസിയേറ്റ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ഇവിടെ കൂടുതലും കേട്ടത്. രമേശൻ അപ്പോൾ അതിനെക്കുറിച്ചാണ് കേട്ടത്. അപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് ഒരു ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിലായിരിക്കും കാര്യങ്ങളെല്ലാം പറഞ്ഞത്. തുടർന്ന് ഒരു സെക്ഷൻ കൂടെ രമേശ് കുറച്ചും കൂടെ എക്സ്പീരിയൻസ് ആണ്, കുറേ കൂടെ കസ്റ്റമേഴ്സിനെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്കുള്ള സംശയങ്ങളും ഞങ്ങളിവിടെ ഉണ്ടാവും, പറയാൻ വേണ്ടിയിട്ട് കഴിയും. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ 5 P's ആണ് നിങ്ങൾക്ക്. അതിൽ ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് പീപ്പിൾ എന്ന് പറയുന്ന ഗ്രൂപ്പാണ്. ആൾക്കാരെ നിങ്ങൾ എങ്ങനെ കൺവിൻസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് കഴിയുന്നു, എന്നെ കൊണ്ട് നിങ്ങൾക്ക് എങ്ങനെ നിങ്ങളുടെ പ്രൊഡക്റ്റ് വാങ്ങിപ്പിക്കാൻ വേണ്ടിയിട്ട് കഴിയുന്നു എന്നുള്ളതാണ്. PMFM സ്കീമിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, സാറ് നേരത്തെ പറഞ്ഞതുപോലെ ജില്ലാ വ്യവസായ കേന്ദ്രവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളത് കൃത്യമായിട്ടും ബന്ധപ്പെട്ട് നിന്ന് കഴിഞ്ഞാൽ ഈ നമ്മുടെ എക്സിബിഷൻസ്, സ്റ്റേറ്റിൻ്റെ എക്സിബിഷൻസ് വരാറുണ്ട്, ചെന്നൈയിൽ ഇന്റർനാഷണൽ എക്സിബിഷൻസ് വരാറുണ്ട്, ഡൽഹിയിൽ ആഹാർ പോലുള്ള, വേൾഡ് ഫുഡ് ഇന്ത്യ പോലുള്ള എക്സിബിഷൻസ് വരാറുണ്ട്. അവിടെ നിങ്ങൾക്ക് സ്റ്റോൾ സൗജന്യമായിട്ട് കിട്ടും. PMFM-യിൽ നമ്മുടെ തിരുവനന്തപുരത്ത് നല്ല യൂണിറ്റ്സുകളുണ്ട്. നിങ്ങൾക്ക് ഇന്നോവേറ്റീവ് എല്ലാ വർഷവും നടക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം നിങ്ങൾ കുറേ പേര് കൊണ്ടുപോയിട്ടുണ്ട്. ഈ വർഷവും നിങ്ങൾ അതിനു മുമ്പ് അടുത്ത ഓണം ടൈമിലായിരിക്കും വരുന്നത്, അല്ലെങ്കിൽ അടുത്ത ഓണം ടൈമിലൊക്കെ നിങ്ങൾ ആ സംരംഭവുമായിട്ട് നിങ്ങൾക്ക് ഒരു പ്രൊഡക്റ്റ് ഉണ്ട്, നിങ്ങൾക്ക് എക്സ്പോർട്ടിങ്ങിനുള്ള ഒരു സാധ്യതയുണ്ട് എന്നുള്ളതുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിങ്ങൾക്ക് സൗജന്യമായിട്ട് സ്റ്റോൾ നിങ്ങൾക്ക് സൗജന്യമായിരിക്കും. യാത്രാ ചിലവെല്ലാം നിങ്ങൾ നോക്കേണ്ടി വരും. നിങ്ങളുടെ പ്രൊഡക്റ്റ് അവിടെ കൊണ്ടുപോകാം. ഇന്റർനാഷണലി നാഷണലി ആയിട്ടുള്ള എക്സിബിറ്റേഴ്സ് ഇവിടെ വരും. അവർ നിങ്ങളുടെ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് വാങ്ങിക്കും. അപ്പം അത്രയും കാര്യങ്ങളാണ്. ഞാൻ വളരെ കുറച്ച് നിങ്ങളുടെ താഴേക്കിടയിലുള്ളത് മാത്രമേ പറഞ്ഞുള്ളൂ. മറ്റു വിഴിഞ്ഞം പോലുള്ള പദ്ധതികൾ വരുന്നുണ്ട്. നിങ്ങൾക്ക് 30,000 രൂപ നിങ്ങളുടെ പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ 30,000 രൂപ കൊണ്ട് നിങ്ങൾക്ക് പ്രൊഡക്റ്റ് എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നമ്മുടെ പോസ്റ്റ് ഓഫീസ് വഴി ഇപ്പോൾ എക്സ്പോർട്ടിങ്ങിന് നിങ്ങൾ പറയുന്ന സ്ഥലത്ത് ആൾക്ക് ഇത് ഡെലിവറി ചെയ്യുന്ന പോസ്റ്റ് ഓഫീസിൻ്റെ ഇൻ്റർനാഷണൽ ഫ്ലൈറ്റ് സർവീസ് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് 500 രൂപ കൊടുത്ത് കഴിഞ്ഞാൽ IEC ഇമ്പോർട്ട് എക്സ്പോർട്ട് കോഡ് നിങ്ങൾക്ക് തന്നെ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അല്ലെങ്കിൽ ആരെങ്കിലും കൊടുത്ത് ഒരു 10-200 രൂപ സർവീസ് ചാർജ് കൊടുത്താൽ IEC നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഏതെങ്കിലും എക്സ്പോർട്ട് പ്രൊമോഷൻ കൗൺസിലുമായിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെടാം, അങ്ങനെ ചെയ്യാം. പിന്നെ ഇതിനകത്ത് ഇന്നോവേറ്റീവായിട്ട് പ്രൊഡക്റ്റ് വന്നവരുണ്ടാവും. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനൊരു ക്ലാസ്സിൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഡക്റ്റ് ഉണ്ട്, ഒരു ഇമെയിൽ ID ഉണ്ട്, ഒരു വെബ്സൈറ്റ് ഉണ്ട്. നിങ്ങൾക്ക് അതത് രാജ്യങ്ങളിലെ എംബസികളിലേക്ക് നിങ്ങൾക്കൊരു മെയിൽ അയക്കാം. ഇന്ത്യയുടെ എംബസി ഏകദേശം എല്ലാ രാജ്യങ്ങളിലും ഉണ്ട്. ആ രാജ്യങ്ങളിലേക്ക് മെയിൽ അയച്ചു കഴിഞ്ഞാൽ അവർ നിങ്ങൾക്ക് തിരിച്ച് റിപ്ലൈ ചെയ്യും. ആ എംബസി നിങ്ങൾ ചോദിക്കുന്നത് ഞങ്ങൾക്ക് ഇന്ന പ്രോഡക്റ്റാണ് ഉള്ളത്, ഈ പ്രോഡക്റ്റ് ഉപയോഗിക്കാൻ സാധ്യതയുള്ള ആരെങ്കിലും അവിടെ ഉണ്ടോ എന്നുള്ളതാണ് അവരവിടെ ചോദിക്കുന്നത്. അപ്പം അവർ ചോദിച്ചപ്പം അവർ പറഞ്ഞു ഓക്കെ എങ്കിൽ അത് നമുക്ക് റെഡിയാക്കി തരാമെന്ന് പറഞ്ഞ് അവർ നിങ്ങൾക്ക് മെയിൽ ചെയ്യും. നിങ്ങൾക്ക് ബെനിഫിഷ്യറി ആയിട്ട് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം, അവർ ഓർഡർ തരും. ഒരു എക്സാമ്പിളിലൂടെ പറഞ്ഞ് ഞാൻ നിർത്താം. ഈ എക്സ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് എക്സ്പോർട്ട് പ്രൊമോഷൻ കൗൺസിൽസ് ഉണ്ട്. അവർ കപ്പലിൻ്റെ മിഠായി ഉണ്ടാക്കുന്ന ഒരു മാമനെങ്കിൽ കപ്പലിൻ്റെ മിഠായി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കപ്പലിൻ്റെ മിഠായി ഉണ്ടാക്കുന്ന, അപ്പോൾ പുള്ളി ഇതുപോലെ എക്സ്പോർട്ടിൻ്റെ കാര്യമൊക്കെ കേട്ടുകൊണ്ട് ക്ലാസ്സിന് വന്നിരുന്നു.
അങ്ങനെ പുള്ളി ഇതുപോലെ എംബസിയുടെ അടുത്ത് നമ്പർ ചോദിച്ചു, മെയിൽ ചോദിച്ചപ്പോൾ അവർ കുറേ ഡീറ്റെയിൽസ് അയച്ചു കൊടുത്തു. പുള്ളിയുടെ കപ്പലിൽ മുട്ടായിയുടെ ഡീറ്റെയിൽസ് എല്ലാം കൂടെ മെയിലിൽ അയച്ചു കൊടുത്തു. അപ്പം ഈ മെയിൽ അയച്ചു കൊടുത്തപ്പോഴത്തേക്കും ഇദ്ദേഹം പോയി ആ എക്സ്പോർട്ട് പ്രൊമോഷൻ കൗൺസിൽ ആ ഉദ്യോഗസ്ഥനെ ചെന്ന് കണ്ട്, സാറേ ഞാൻ ഇങ്ങനെയൊക്കെ അയച്ചിട്ടുണ്ട്, അപ്പം നമുക്ക് നോക്കാം എന്നൊക്കെ പറഞ്ഞു. ഒരു 2-3 മാസം റിപ്ലൈ ഒന്നും വന്നില്ല. പക്ഷെ എംബസിക്കാരെ ഡീറ്റെയിൽസ് അയച്ചു കൊടുത്തപ്പോഴത്തേക്കും അവരെന്ത് ചെയ്തു, തിരിച്ച് റിപ്ലൈ ചെയ്ത് ഇവരുടെ അടുത്ത് പ്രൊഡക്റ്റ് ചോദിച്ചു, സാമ്പിൾ ചോദിച്ചു. അപ്പോൾ ഇയാൾ വീണ്ടും സാറിനെ ചെന്ന് കണ്ടിട്ട്, സാറേ അവർ സാമ്പിൾ ചോദിക്കുകയാണ്, അപ്പോൾ ഞാൻ കപ്പലിൻ്റെ മുട്ടായിട്ട് സാമ്പിൾ അയച്ചു കൊടുക്കേണ്ടത്. പുള്ളി പറഞ്ഞ് അയച്ചു കൊടുക്കാൻ പറഞ്ഞു. കുറച്ച് സാമ്പിൾ ഫ്ലൈറ്റ് വഴി അയച്ചു കൊടുത്തു. ആ എൻക്വയറി വന്നത് ലണ്ടനിൽ നിന്നായിരുന്നു വന്നത് എൻക്വയറി. അപ്പം പലപ്പോഴും എൻക്വയറി വരുമ്പോൾ അതിൻ്റെ ജെനുവിനിറ്റി ശരിയാണോ എന്നുള്ളത് പലപ്പോഴും അവർക്ക് ചെക്ക് ചെയ്യാൻ പറ്റാറില്ല. അതുകൊണ്ട് പുള്ളി നിരന്തരമായിട്ട് ബന്ധപ്പെട്ടു. അങ്ങനെ ഇത് കൊടുത്തതിന് ശേഷം വീണ്ടും ഒരു 2-3 മാസം, 4-5-6 മാസം കഴിഞ്ഞു. അപ്പം പുള്ളി തന്നെ ആകെ ഡെസ്പായി, ഞാനിങ്ങനെ എക്സ്പോർട്ട് ഒരു കപ്പലിൻ്റെ മുട്ടായി വെച്ച് എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്, പുള്ളി എടുത്ത് എന്ന് പറഞ്ഞു. പുള്ളി പറഞ്ഞ് അവരത് ചോദിക്കും, ഇനി ആൾക്കാർ ചോദിക്കുമ്പോൾ നമുക്ക് കൊടുക്കാനേ പറ്റും, ആരും നിർബന്ധിക്കാൻ പറ്റത്തില്ല, എങ്കിലും എന്ത് ചെയ്യണം, നിങ്ങൾ ഒന്ന് ഫോളോ അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞു. അപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും അതേ സ്ഥാപനത്തിൽ നിന്ന് വീണ്ടും ഇയാൾക്ക് ഒരു മെയിൽ വന്നത് ഒരു ഓർഡറിൻ്റെ മെയിലായിട്ടാണ് വന്നത്. 2 കോടിയുടെ ഓർഡറായിട്ടാണ് ഈ കമ്പനി. അയാൾക്കാണെങ്കിൽ ആകെ ഷോക്ക് വന്നു. ഇയാൾ ഉടനെ പ്രിൻ്റ് എടുത്ത് മെയിലും കൊണ്ട് നേരെ കൊച്ചിയിൽ ചെന്നിട്ട് പുള്ളി എടുത്ത് എന്ന് പറഞ്ഞു, സാറേ ഇത് ഫ്രോഡാണോ എന്നുള്ളത് ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ സാറ് എന്നൊക്കെ അന്വേഷിച്ചിട്ട് കുറേ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് പറഞ്ഞു, ഫ്രോഡല്ല, ഇത് കമ്പനി, നിങ്ങൾ തന്നെ ഡയറക്റ്റ് കമ്പനിയെ ഫോൺ വിളിച്ച് സംസാരിക്കാൻ പറഞ്ഞു. അപ്പോൾ ഇതൊന്നും ചെയ്യുന്ന പുള്ളിക്കാരനല്ല. പുള്ളിക്കാരന് ഒരു 10ാം ക്ലാസ് വിദ്യാഭ്യാസമുള്ള പുള്ളിക്കാരൻ്റെ കൊച്ചുമോനെ ഓഫീസിലെ കൊണ്ടൊക്കെയാണ് ഈ മെയിൽ അയക്കുന്നത്, സാമ്പിൾ അയപ്പിക്കുന്നത്, ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് പുള്ളി. പിന്നീട് അയച്ചപ്പോഴത്തേക്കും അതിൻ്റെ സത്യാവസ്ഥ ഇവർ അന്വേഷിച്ച് പറഞ്ഞത്, ഇപ്പോൾ ഈ പുള്ളിക്കാരൻ എംബസിയിലേക്ക് അയച്ചു കൊടുക്കുകയും എംബസി അവർക്ക് അവിടുത്തെ ഹോട്ടൽ ചെയിനുകൾക്കെല്ലാം ഈ ഡീറ്റെയിൽസ് അയച്ചു കൊടുക്കും. അതിലൊരാളാണ് അവർ ലണ്ടനിലെ ഏറ്റവും വലിയ ഹോട്ടൽ ചെയിനുകളാണ്, ബേക്കറി ചെയിനുകളിലൊന്നാണ്. അപ്പോൾ അവർ കപ്പലിൻ്റെ മുട്ടായി സാമ്പിൾ ഉണ്ട്. അപ്പോൾ ഈ കപ്പലിൻ്റെ മുട്ടായി അവരെ കൈ കണ്ടപ്പോൾ ഇവർക്ക് ഇത് എങ്ങനെ മാർക്കറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചാണ് ഇവർ ഗവേഷണം നടത്തുന്നത്. അവരുടെ പ്രൊഡക്റ്റ് മാനേജ്മെൻറ്റ് ടീമിനെയൊക്കെ കപ്പലിൻ്റെ മുട്ടായി ഏൽപ്പിച്ചിട്ട് പറഞ്ഞ് ഇതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് ഇങ്ങനെ തന്നെ മാർക്കറ്റ് ചെയ്യണം. അങ്ങനെ അവർ 2-3 മാസം അതിനകത്ത് റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ച ഒരു കാര്യം എന്ന് പറയുന്നതാണ്, ഇതിൻ്റെ നമ്മുടെ കേക്ക് ഉണ്ടാക്കുന്നതിൻ്റെ ബേസ് ആയിട്ട് കപ്പലിൻ്റെ മുട്ടായി ഉപയോഗിക്കാറുണ്ട്. അതായത് നമ്മൾ സാധാരണ കേക്ക് വാങ്ങിക്കുമ്പോൾ അതിൻ്റെ ഏറ്റവും താഴെ ഒരു ബോർഡാണ് ഇരിക്കുന്നത്, കാർഡ്ബോർഡായിരിക്കുന്നത്. ആ കാർഡ്ബോർഡിനെ റീപ്ലേസ് ചെയ്തിട്ട് നമുക്ക് കപ്പലിൻ്റെ മുട്ടായി ഇവരുടെ അടുത്ത് റൗണ്ടിന് ഉണ്ടാക്കി തരാൻ പറയാം, തിക്നെസ് കുറച്ച് നമ്മുടെ തിക്നെസ്സിന്. അതുണ്ടാക്കിയ നമുക്ക് സസ്റ്റൈനബിൾ മാർഗമാവും, നമുക്ക് ബോർഡിൻ്റെ പൈസയും വാങ്ങിക്കാം, കേക്കിന് അഡീഷണൽ ചാർജ് വിടാം, നമുക്ക് വലിയൊരു വിജയമാകും എന്ന് പറഞ്ഞ് അങ്ങനെ തന്നെയാണ് അവരെന്ത് ചെയ്തത്, റെഗുലറായിട്ട് ഇപ്പോഴും ആ കപ്പലിൻ്റെ മുട്ടായി കടക്കാരെ ഇപ്പോഴും എക്സ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള വലിയൊരു സാധ്യതകൾ നമുക്ക് ഭക്ഷ്യ സംസ്കരണ മേഖലകളിലുണ്ട്. അത് എവിടെ തുറന്നു വരുന്നു എന്നുള്ള അറിയത്തില്ല. നിങ്ങൾ കൃത്യമായിട്ടും അത് ഫോക്കസ് ചെയ്യുകയും പഠിക്കുകയും ഇതുപോലുള്ള ട്രെയിനിങ് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യും. ഇവിടെയൊക്കെ പറഞ്ഞിട്ട് പോകണം, ഇനി അടുത്ത ട്രെയിനിങ് ഉണ്ട്, എൻ്റെ നമ്പറിൽ വിളിക്കണം എന്നുള്ളതൊക്കെ പറഞ്ഞിട്ട് പോവുക. ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് എവിടെയൊക്കെ ഉണ്ട് എന്നുള്ളത് സാറിനോട്, ഉൽചന്ദ്ര സാറിനോട് കഴിഞ്ഞ ദിവസം മീറ്റിംഗ് കാണുന്നവരുടെയൊക്കെ നമ്പരൊക്കെ ചോദിക്കുക, അവിടെയൊക്കെ പോവുക, ക്ലാസ് അറ്റൻഡ് ചെയ്യുക. ഇങ്ങനെയുള്ള പല ഇൻഫർമേഷനിലൂടെ ആയിരിക്കും നിങ്ങളൊരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സെഷൻ അവസാനിപ്പിക്കുകയാണ്. തുടർന്ന് രമേശിനെ ക്ഷണിക്കുകയാണ്. രമേശ് തിരുവനന്തപുരം ജില്ലയിൽ ഒരുവിധം ഞങ്ങളെക്കാട്ടിലും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളാണ്. ധാരാളം പേര് രമേശ് വിളിച്ചിട്ട് വന്നവരുണ്ട്. നിങ്ങൾക്ക് രമേശിനെ കുറച്ച് നേരം സംസാരിക്കും. തുടർന്ന് നിങ്ങളുടെ സംശയങ്ങളുണ്ടാവും, സംശയങ്ങൾ കൃത്യമായിട്ടും ചോദിക്കുക. ഈ സ്കീമിനെ പറ്റിയും മറ്റു കാര്യങ്ങളും മറ്റു DRPമാരും ഉണ്ട്, അവരുടെ സഹായം നിങ്ങൾക്ക് കിട്ടും. നന്ദി.